അട്ടപ്പാടിയിലെ ഗോത്രവൈവിധ്യത്തിന്റെ സവിശേഷത ഇതിവൃത്തമാക്കി പ്രശസ്ത സംവിധായകൻ വിജീഷ് മണി ഒരുക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഒമാനിൽ പുരോഗമിക്കുകയാണ്. അട്ടപ്പാടി ദി വാലി ഓഫ് ഡിവൈൻ ഫീലിംഗ് എന്ന ഡോക്യുഫിക്ഷൻ സിനിമ ഇന്ത്യ ഒമാൻ സംയുക്ത സംരംഭമായാണ് ഒരുങ്ങുന്നത്. ആയുർവേദം, ഗോത്രവൈദ്യം തുടങ്ങിയ പൈതൃക ചികിത്സാ അറിവുകളുടെ വിനിമയം ലക്ഷ്യമിടുന്ന സിനിമ ഭാരതത്തിന്റെയും ഒമാന്റെയും സാംസ്കാരിക പൈതൃകം അടയാളപ്പെടുത്തുന്നു. ഒമാനിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വെങ്കട് ശ്രീനിവാസനാണ് ചിത്രീകരണത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. ഇരു രാജ്യങ്ങളുടെയും പൈതൃക വിനിമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശങ്ങളിൽ ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. Prime Minister Modi's cleanliness drive, he had captured that in the nature of some kind of poetry, right? Which was very well appreciated. And this time he is going to advance another vision of Honorable Prime Minister, which was articulated along with His Majesty Sultan Haitham bin Tarik in December 2023, when the two leaders in Delhi said that Oman is ripe and fit enough to become the hub for Ayurveda in the GCC. So this in a way advances that project, an India-Oman collaboration in the area of docu-fiction making in the year 70 years of celebration of diplomatic relationship. A round of applause. ഇരുള, കുറുമ്പ, മുടുക തുടങ്ങിയ ഗോത്രഭാഷകളിൽ ചലച്ചിത്രങ്ങളൊരുക്കി നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ വിജീഷ് മണി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ കേരളത്തിലെയും ഒമാനിലെയും നിരവധി കലാകാരന്മാർ അണിനിരക്കുന്നു. അട്ടപ്പാടിയിലെ 3 ഗോത്രഭാഷകളിൽ ഞാൻ ഫിലിം ചെയ്തിട്ടുണ്ട്. ഇരുള ഭാഷയിലും, കുറുമ്പ ഭാഷയിലും, മുടുക ഭാഷയിലും. അതിൽ കുറുമ്പ ഭാഷയിൽ ചെയ്ത എന്നുള്ള സിനിമയാണ് എനിക്ക് ഓസ്കാറിലേക്ക് എത്താനായത്. അപ്പോൾ അട്ടപ്പാടിയുടെ, അല്ലെങ്കിൽ നമുക്കറിയാലോ, അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ അറിവിന്റെ നിലവറയാണ്. അത് ലോകത്തിലേക്ക് എത്തിക്കുക എന്നാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഒമാനിലുള്ള കലാകാരന്മാരും ഇതിൽ അണിനിരക്കുന്നുണ്ട്. സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് അറബിയിൽ കവിത എഴുതിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ കണ്ട് അഭിനന്ദിച്ച ഒമാനി കവിയും നടനുമായ സുൽത്താൻ അഹമ്മദ് അൽ മെഹ്മൂദി സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഒമാനിലെ ചലച്ചിത്ര പ്രവർത്തകരായ അബ്ദുറഹ്മാൻ അൽ അസ്രി, പിസ ഹസൻ, അഹമ്മദ് ബഷീർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. അട്ടപ്പാടിയിലെ ഗോത്ര കലാകാരന്മാരടക്കം ഭാഗമാകുന്ന സിനിമയുടെ ചിത്രീകരണം അടുത്ത മാസത്തോടെ അട്ടപ്പാടിയിൽ പൂർത്തിയാകും. ന്യൂസ് ഡെസ്ക്, ജനം.